ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളുടെയൊക്കെ മെയിൽ ഫീമെയിൽ നോക്കാൻ പോവാണ്. നമ്മുടെ മീൻ കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടാണെങ്കിൽ ഏകദേശം 1 മാസമൊക്കെ ആവാറായിട്ടുണ്ട്. പക്ഷെ അവർക്ക് അങ്ങനെ കളറൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ. അപ്പോൾ ഇത് പലർക്കും അറിയാവുന്നവർക്ക് എങ്ങനെ മെയിൽ ഫീമെയിൽ നോക്കണേന്ന്. പക്ഷെ അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് അതിനായിട്ട് ആവശ്യമുള്ള ഇതേപോലെ വാച്ച് ഗ്ലാസ്സോ അല്ലെങ്കിൽ ബൗളോ എന്തെങ്കിലും ആണ്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീനുകൾ അതിലിട്ടിട്ട് നമുക്ക് നോക്കാൻ വേണ്ടിയാണ്. ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു സ്പ്രേ ബോട്ടിൽ കട്ട് ചെയ്തിട്ടാണ്. അപ്പം നമുക്ക് ഓരോ മീൻ കുഞ്ഞുങ്ങളായിട്ട് എടുത്തിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ എടുക്കുന്നത് കുറച്ച് സൈസ് കുറഞ്ഞിട്ടായിട്ട് കാണുന്ന ഒരു മീനാണ്. കുറച്ച് സൈസ് കൂടിയതൊക്കെ മിക്കവാറും ഫീമെയിൽ ആവാൻ ചാൻസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ആദ്യത്തെ മീനിട്ട് നോക്കിയപ്പോൾ ഇത് ഏകദേശം നമ്മളൊരു മെയിലായിട്ടാണ് തോന്നുന്നത്. അതെങ്ങനെ കണ്ടുപിടിക്കണമെന്നുള്ളൊരു ഇമേജ് ഞാൻ സൈഡിൽ കൊടുക്കാം. അതായത് ഇവരുടെ താഴെയുള്ള ഒരു ഫിന്നിന്റെ സൈസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത്. ഇത് മെയിലാണ്. അപ്പോൾ നമുക്ക് അടുത്തത് ഒരെണ്ണത്തിന് എടുത്ത് നോക്കാം. ഞാനിതിനിപ്പോൾ മാറ്റുന്നത് സെപ്പറേറ്റ് ഒരു പാത്രത്തിലേക്കാണ്. അതാകുമ്പോൾ നമുക്ക് കൂടുതൽ എളുപ്പമാവും. ഗൈസ്, അപ്പോൾ വേറെ ഒരെണ്ണത്തിന് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനെ കാണുമ്പോൾ തന്നെ അറിയാം ഇതിന്റെ സൈസൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ അതിന്റെ അടിയിലുള്ള ഫിന്നിന്റെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ കുറച്ച് വിരിഞ്ഞ് നിൽക്കുന്ന ടൈപ്പിലാണ്. അപ്പോൾ ഇത് നമ്മുടെ ഫീമെയിൽ ആണ്, നമുക്ക് ഉറപ്പിക്കാം. അപ്പോൾ ഇനി ഞാൻ എല്ലാം ചെക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം. ദേ ഗൈസ്, ഇതിൽ മൊത്തം ഞാനിപ്പോൾ ഇട്ടേക്കുന്നത് ഫീമെയിലുകളെയാണ്. നമുക്ക് ഏകദേശം 6 ഫീമെയിലുകളെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഉള്ളിൽ മെയിലാണ് കിടക്കുന്നത്. 2 മെയിലാണ് നമുക്ക് കിട്ടിയത്. ഇനി നമുക്ക് അവർ ഇട്ടിരുന്ന ബേസിനും നല്ലോണം ക്ലീൻ ചെയ്ത് പുതിയ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇവരെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ വെള്ളമൊക്കെ നിറച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഫീമെയിലുകളെ ഇറക്കി വിടാം. ഇതിപ്പോൾ എന്തിനിങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെയിലും ഫീമെയിലൊക്കെ കുറച്ച് വലുതായ കാരണം ഇവർ ബ്രീഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവരെ നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ ഫീമെയിലുകളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സെക്കൻഡ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളെ എടുത്ത് മാറ്റിയിട്ട് വേറെ ടാങ്കിലേക്ക് മാറ്റാം. ഈ കാണുന്ന ടാങ്കിലേക്കാണ് നമ്മൾ മാറ്റാൻ പോകുന്നത്. അപ്പോൾ ആ ടാങ്കിലേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് നമുക്ക് കുഞ്ഞുങ്ങളെ ഇറക്കി വിടാം. അപ്പോൾ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ ഇതിലേക്ക് ഇറക്കി വിടാണ്. ഇതും നമ്മുടെ മെറ്റാലിക് ബ്ലൂവിൻ്റെ തന്നെ കുഞ്ഞുങ്ങളാണ്. ഇത് രണ്ടാമത് ബ്രീഡായപ്പോഴാണെങ്കിൽ നമുക്ക് കുറേ കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവരെയാണെങ്കിൽ നമ്മളൊരു ചെറിയ പാത്രത്തിലായിരുന്നു ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇതിലേക്ക് മാറ്റാമെന്ന് വിചാരിച്ചത്. മൊത്തം നമുക്ക് ഇത്രയും കുഞ്ഞുങ്ങളാണുള്ളത്. ലാസ്റ്റായിട്ട് നമ്മൾ കുറച്ച് ഫംഗസ് കളയണ ലിക്വിഡ് ഒഴിച്ച് കൊടുക്കുകയാണ്. കാരണം എന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ കാര്യം നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോൾ ടാങ്കുകളൊക്കെ ക്ലീൻ ചെയ്താലും 2 തുള്ളിയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പൊ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട്. ഞാൻ എങ്ങനെ അറേഞ്ച് ചെയ്തേക്കണത് കാണിച്ചു തരാം. ഇതിലാണ് നമ്മുടെ ഫീമെയിലുകൾ ഇട്ടേക്കുന്നത് ഫസ്റ്റ് ബാച്ചിൽ. ഇതിലാണ് നമ്മുടെ മെയിലുകൾ. പിന്നെ ഇതും നമ്മുടെ മെറ്റാലിക് ബ്ലൂവിന്റെ സെക്കൻഡ് ബാച്ച് ആണ്. പിന്നെ ഇതിൽ കിടക്കുന്ന പറഞ്ഞാൽ നമ്മുടെ വൈറ്റ് ടെക്സിലോന്റെ കുഞ്ഞുങ്ങളുമാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിൽ കൂടെ നമ്മുടെ മീൻ കുഞ്ഞുങ്ങളിലൊക്കെ മെയിലും ഫീമെയിലും നോക്കുന്നതൊക്കെ ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഗൈസ്. അപ്പൊ ഓക്കെ ഗൈസ്.